കിൻവ വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്മാവ് ഉണ്ടാക്കുന്നത് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം. ഇതുപോലുള്ള ഫുഡൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് കിൻവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വൈറ്റ് കളറിലുള്ളതാണ്. പലതരത്തിലുള്ള കളറുള്ളത് ഇന്ന് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അത് നല്ലപോലെ കഴുകിയിട്ട് അരിപ്പയിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി കുക്കറിലേക്ക് ഇട്ടിട്ട് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മാത്രം മതിയാകും. അതുകൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ച് കൊണ്ടുവരാം. അതിനുശേഷം ഇതിൻ്റെ ആവിയൊക്കെ പുറത്തു പോയതിന് ശേഷം നമുക്ക് മൂടി തുറന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ വെന്ത് ഉടഞ്ഞു പോകുന്നില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് കിട്ടണം. എന്നാൽ മാത്രമേ ഇതുപോലെ തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടുള്ളൂ. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും അതുപോലെ തന്നെ 1-2 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ ഉപ്മാവിന് ചേർക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് നമുക്കിത് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് തന്നെ പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഉപ്പും ചേർത്തിട്ട് ഞാൻ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ക്യാരറ്റ്, ബീൻസ് അതുപോലെ ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം. ഇതിപ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ കിൻവയൊക്കെ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ ഒരുപാട് വാങ്ങിക്കാൻ തന്നെ കിട്ടുന്നുണ്ട്. പലതരത്തിലുള്ള കളറിലുള്ളതും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് പച്ചക്കറിയിന് മൂടി വെച്ചിട്ട് ഒന്ന് കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഒരു 80% ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി അതുപോലെ ഗരം മസാലയൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നൊന്നുമില്ല മസാലയായിട്ട്. ആ ഒരു പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഇതിനുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ പച്ചക്കറി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചാൽ കിൻവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഉടയുന്ന ആ ഒരു ഇതൊന്നും ആവില്ല കേട്ടോ. നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ.